വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു വെർച്വൽ ടീച്ചിങ്. നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെൻറ്റ്, ബിസിനസ് മാനേജ്മെൻറ്റിലെ ഫസ്റ്റ് മൊഡ്യൂളായ ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെൻ്റ് ആണ്. നമുക്കറിയാം, നമ്മുടെ ബിസിനസ്സിൻ്റെ ഓപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്യുന്ന ഒന്നാണ് മാനേജ്മെൻറ്റ് എന്നത്. ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ അതിൽ മെയിനായിട്ട് 7 എലമെൻറ്റ്സ് ഉള്ളത് ഏതൊക്കെയാണത്? മെൻ, മെറ്റീരിയൽ, മണി, മെഷീൻ, മെത്തേഡ്, മാർക്കറ്റ് ആൻഡ് മാനേജ്മെൻറ്റ്. ഇതിൽ എന്താണ് മാനേജ്മെൻറ്റ് എന്നാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. മീനിങ്: മാനേജ്മെൻറ്റ് ഈസ് എ ജനറൽ ടേം. ഇറ്റ് റെഫേഴ്സ് ടു ഓർഗനൈസിംഗ് ആൻഡ് ഡയറക്റ്റിംഗ് ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഫോർ അറ്റൈനിങ് എ ഡെഫിനിറ്റ് ഒബ്ജക്റ്റീവ്. നമ്മുടെ കമ്പനിയുടെ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ ഓർഗനൈസ് ചെയ്ത് അതിനെ ഡയറക്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. മാനേജ്മെൻറ്റ് എന്നതൊരു ജനറൽ ടേം ആണ്. അപ്പോൾ മാനേജ്മെൻറ്റ് ഇസ് എ ജനറൽ ടേം. അതുപോലെ എന്താണ്, നമ്മുടെ ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ എന്ത് ചെയ്യുന്നു, അതിനെ ഓർഗനൈസ് ചെയ്ത് അതിനെ കൃത്യമായി ഡയറക്റ്റ് ചെയ്ത് ഒരു ഡെഫിനിറ്റ് ഒബ്ജക്റ്റീവിലേക്ക് എത്തിക്കുക എന്നാണ് മാനേജ്മെൻറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി, അല്ലെങ്കിൽ അതാണ് മാനേജ്മെൻറ്റ് എന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ത്രൂ വിച്ച് ഓൾ ദ റിസോഴ്സസ് ആർ ഓർഗനൈസ്ഡ് ആൻഡ് യൂട്ടിലൈസ്ഡ് ടു അറ്റൈൻ മാക്സിമം എഫിഷ്യൻസി. അതുപോലെ തന്നെ ഈ മാനേജ്മെൻറ്റ് എന്നത് ഒരു പ്രോസസ്സാണ്. എന്താണ് പ്രോസസ്സ്? ത്രൂ വിച്ച് ഓൾ ദ റിസോഴ്സസ് ഓർഗനൈസ്, നമ്മുടെ കമ്പനിയിൽ നമ്മുടെ ബിസിനസ്സിലുള്ള എല്ലാ റിസോഴ്സസിനെയും ഓർഗനൈസ് ചെയ്ത് അതിനെ ഏറ്റവും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് എങ്ങനെ, ബൈ അറ്റൈനിങ് മാക്സിമം എഫിഷ്യൻസി, ഏറ്റവും മാക്സിമം എഫിഷ്യൻസിയിൽ എത്തിക്കാൻ പറ്റുന്ന ആ ഒരു പ്രോസസ്സിനെ കൂടി നമ്മൾ എന്ത് വിളിക്കും? മാനേജ്മെൻറ്റ് എന്ന് വിളിക്കും. അപ്പോൾ മാനേജ്മെൻറ്റ് റെഫേഴ്സ് ടു ദ ഓർഗനൈസിങ് ആൻഡ് ഡയറക്റ്റിംഗ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഫോർ അറ്റൈനിങ് എ ഡെഫിനിറ്റ് ഒബ്ജക്റ്റീവ്. അതുപോലെ എന്താണ്, മാനേജ്മെൻറ്റ് ഈസ് എ പ്രോസസ് ത്രൂ വിച്ച് ഓൾ ദ റിസോഴ്സസ് ആർ ഓർഗനൈസ്ഡ് ആൻഡ് യൂട്ടിലൈസ്ഡ് ടു അറ്റൈൻ മാക്സിമം എഫിഷ്യൻസി. ഇതാണ് മാനേജ്മെൻറ്റിൻ്റെ ഒരു മീനിങ് എന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ബിസിനസ് മാനേജ്മെൻറ്റ് എന്നാണ്. ഹ്യൂമൻ ആക്ടിവിറ്റീസ് മേ ബി ക്യാരിഡ് ഔട്ട് വിത്ത് പ്രോഫിറ്റ് മോട്ടീവ് ഓർ സർവീസ് മോട്ടീവ്. നമുക്കറിയാം, നമ്മൾ ഓർഡർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ചിലപ്പോൾ അതെന്താണ്, ഒരു പ്രോഫിറ്റ് മോട്ടീവ് ആയിരിക്കും, ചിലപ്പോൾ അത് സർവീസ് മോട്ടീവ് ആയിരിക്കും. വെൻ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആർ മോട്ടിവേറ്റഡ് ടുവേർഡ്സ് മേക്കിംഗ് പ്രോഫിറ്റ് ദേ ആർ കോൾഡ് ബിസിനസ് ആക്ടിവിറ്റി. നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി അല്ലെങ്കിൽ ഹ്യൂമൻ ആക്ടിവിറ്റി എന്നത് എന്താണ്, നമ്മൾ പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് ആ ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ബിസിനസ് ആക്ടിവിറ്റി എന്ന് വിളിക്കും. ദ മാനേജ്മെൻറ്റ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഓർ ബിസിനസ് യൂണിറ്റ് ഈസ് കോൾഡ് ബിസിനസ് മാനേജ്മെൻറ്റ്. അങ്ങനെ ആ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെയോ അല്ലെങ്കിൽ ബിസിനസ് യൂണിറ്റിൻ്റെയോ മാനേജ്മെൻറ്റ് വിളിക്കുന്ന പേരാണ് ബിസിനസ് മാനേജ്മെൻറ്റ് എന്നത്. നെക്സ്റ്റ് ആണ് എന്താണ് നോൺ ബിസിനസ് മാനേജ്മെൻറ്റ്. എന്താണ് നോൺ ബിസിനസ് മാനേജ്മെൻറ്റ്? ഹ്യൂമൻ ആക്ടിവിറ്റീസ് മേ ബി ക്യാരിഡ് ഔട്ട് വിത്ത് സർവീസ് മോട്ടീവ് ഓൾസോ. നമുക്കറിയാം, എല്ലാവരും പ്രോഫിറ്റ് മോട്ടീവ് മാത്രമല്ല ഓരോ കാര്യം ചെയ്യുന്നത്, ചിലവരെന്ത് ചെയ്യും? ഫോർ സർവീസ് മോട്ടീവ്. അങ്ങനെ ദ ഓർഗനൈസേഷൻ വിച്ച് എൻഗേജ് ഇൻ സർവീസ് ആക്ടിവിറ്റി ആർ കോൾഡ് നോൺ ബിസിനസ് മാനേജ്മെൻറ്റ്. അങ്ങനെ ചില ഓർഗനൈസേഷൻ എന്താണ്, ഇങ്ങനെ സർവീസ് ആക്ടിവിറ്റിയിൽ മാത്രം എൻഗേജ് ചെയ്യും. അങ്ങനെയുള്ള ഓർഗനൈസേഷനാണ് നോൺ ബിസിനസ് ഓർഗനൈസേഷൻ. എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഹോസ്പിറ്റൽ, ക്ലബ്ബ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇതൊക്കെ എക്സാമ്പിൾസ് ഫോർ നോൺ ബിസിനസ് ഓർഗനൈസേഷനാണ്. അതുപോലെ എന്താണ്, ദ പ്രോസസ് ഓഫ് ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ദ ആക്ടിവിറ്റീസ് ഓഫ് നോൺ ബിസിനസ് മാനേജ്മെൻറ്റ് ഈസ് കോൾഡ് മാനേജ്മെൻറ്റ് ഓഫ് നോൺ ബിസിനസ് ഓർഗനൈസേഷൻ ഓർ നോൺ ബിസിനസ് മാനേജ്മെൻറ്റ്. എന്നാൽ ഈ ഒരു മാനേജ്മെൻറ്റിനെ എന്താണ്, ദ പ്രോസസ് ഓഫ് ഓർഗനൈസിങ്, അങ്ങനെയുള്ള ഒരു നോൺ ബിസിനസ് ഓർഗനൈസേഷനെ ഓർഗനൈസ് ചെയ്ത് അതിനെ ഡയറക്റ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യുന്ന ഒരു മാനേജ്മെൻറ്റാണ് മാനേജ്മെൻറ്റ് ഓഫ് നോൺ ബിസിനസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നോൺ ബിസിനസ് മാനേജ്മെൻറ്റ് എന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ഒരു മാനേജ്മെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ നേച്ചർ എന്നത്. ഒന്നാമത്തെയാണ് മൾട്ടി ഡിസിപ്ലിനറി. എന്താണ് മൾട്ടി ഡിസിപ്ലിനറി എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാനേജ്മെൻറ്റ് ഈസ് ബേസിക്കലി മൾട്ടി ഡിസിപ്ലിനറി. It draws knowledge and concept from various disciplines like sociology, psychology, economics, ecology, statistics, operation research, etc. മാനേജ്മെൻറ്റ് എന്നത് ഒരു മൾട്ടി ഡിസിപ്ലിനറിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് എന്നതിൻ്റെ നോളജ് അല്ലെങ്കിൽ അതിൻ്റെ കൺസെപ്റ്റ് എടുക്കുന്നത് ഒറ്റ ഒരു ഫീൽഡിൽ നിന്ന് മാത്രമല്ല, അത് വെറൈറ്റി ഓഫ് ഡിസിപ്ലിനീസ്, വെറൈറ്റി ഓഫ് ഫീൽഡിൽ നിന്നാണ് നമ്മൾ ഈ ഒരു മാനേജ്മെൻറ്റ് കൺസെപ്റ്റ് അല്ലെങ്കിൽ ഐഡിയാസ് എടുക്കുന്നത്. അതുകൊണ്ടാണ് മാനേജ്മെൻറ്റ് ഇസ് എ മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയാൻ കാരണം. രണ്ടാമത്തെയാണ് ഗോൾ ഓറിയൻറ്റഡ്. എന്താണത്? Management aims achieving some definite goal or objective. It coordinates the effort of workers to achieve the goal of the organization. മാനേജ്മെൻറ്റ് എന്നത് എന്താണ്, അതിനൊരു എയിമുണ്ട്. ഒരു ഡെഫിനിറ്റ് ഗോൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുക എന്നത് അവരുടെ എയിമാണ്. അപ്പോൾ ഈ മാനേജ് എന്ത് ചെയ്യുന്നു? ഇറ്റ് കോർഡിനേറ്റ് ദ എഫേർട്ട് ഓഫ് വർക്കേഴ്സ്. ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിൻ്റെ എല്ലാ വർക്കേഴ്സിൻ്റെയും വർക്ക്, ആ ഒരു എഫേർട്ട് കോർഡിനേറ്റ് ചെയ്ത് ടു അച്ചീവ് ദ ഗോൾ ഓഫ് ദ ഓർഗനൈസേഷൻ. നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി അതെല്ലാത്തിനും കോർഡിനേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മാനേജർ എന്നൊരു ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്സ് കൂടിയാണ്.
മൂന്നാമത്തെയാണ് എക്കണോമിക് റിസോഴ്സസ്. മാനേജ്മെന്റ് ഈസ് എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ. എന്തുകൊണ്ടാണ് മാനേജ്മെന്റ് ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആവുന്നത്? ഇറ്റ് ഈസ് എ ഫോഴ്സ് വിച്ച് അസംബിൾ ആൻഡ് ഇൻറ്റഗ്രേറ്റ് അതർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ലൈക്ക് ലേബർ, ക്യാപിറ്റൽ, മെറ്റീരിയൽ. അപ്പോൾ നമുക്കറിയാം ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ അവിടെ ലേബർ ഉണ്ടാവും, ക്യാപിറ്റൽ ഉണ്ടാവും, അതുപോലെ തന്നെ അവിടെ മെറ്റീരിയൽ ഉണ്ടാവും. ഈ മൂന്നെണ്ണത്തിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് അതിനെ അസംബിൾ ചെയ്ത് അതിനെ കൃത്യമായിട്ടൊരു വർത്ത്ഫുൾ ആക്കി മാറ്റുന്നത് ഈ മാനേജ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് മാനേജ്മെന്റ് ഒരു എക്കണോമിക് റിസോഴ്സ് കൂടിയാണ്. നാലാമത്തെയാണ് ഡൈനാമിക് നേച്ചർ ഓഫ് പ്രിൻസിപ്പിൾ. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ എന്നത് ഡൈനാമിക് നേച്ചറാണ്. എന്താണ് ഡൈനാമിക് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ ഇൻ നേച്ചർ. അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആർ ഫ്ലെക്സിബിൾ ഇൻ നേച്ചർ. ദേ ചേഞ്ച് വിത്ത് ദ ചേഞ്ച് ഇൻ ദ എൻവയോൺമെന്റ് ഇൻ വിച്ച് ആൻ ഓർഗനൈസേഷൻ എക്സിസ്റ്റ്. അപ്പോൾ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒരു എൻവയോൺമെന്റ് ചേഞ്ച് അനുസരിച്ച് ഈ പ്രിൻസിപ്പിൾസും മാറും. നെക്സ്റ്റ് പോയിന്റ് ആണ് സിസ്റ്റം ഓഫ് അതോറിറ്റി. അതോറിറ്റി ഈസ് ദ പവർ ടു ഗെറ്റ് ദ വർക്ക് ഡൺ ഫ്രം അതേഴ്സ് ആൻഡ് ഇറ്റ് കമ്പൽ ദം ടു വർക്ക് ഇൻ എ സർട്ടൺ മാനർ. അപ്പോൾ 2 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് എന്താണ് അതോറിറ്റി എന്നത്, ആ ഡെഫിനേഷനാണത്. അപ്പോൾ എന്താണ് അതോറിറ്റി? മറ്റുള്ളവരെ കൊണ്ട് വർക്ക് ചെയ്യിക്കാനുള്ള പവർ, അതാണ് അതോറിറ്റി എന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് ഒരിക്കലും ഈ അതോറിറ്റി ഇല്ലാണ്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല. മാനേജ്മെൻറ്റ് കനോട്ട് പെർഫോം ഇൻ ദ ആബ്സെൻസ് ഓഫ് അതോറിറ്റി. ഇറ്റ് ഈസ് എ റൂൾ മേക്കിംഗ് ആൻഡ് റൂൾ എൻഫോഴ്സിംഗ് ബോഡി. മാനേജ്മെൻറ്റ് എന്താണ്? ഒരു റൂൾ മേക്കിംഗ് അതുപോലെ തന്നെ റൂൾ എൻഫോഴ്സിംഗ് ബോഡിയും കൂടിയാണ് മാനേജ്മെൻറ്റ് എന്നത്. അതാണ് 5ാമത്തെ പോയിന്റ്, സിസ്റ്റം ഓഫ് അതോറിറ്റി എന്നത്. 6ാമത്തെയാണ് യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ. മാനേജ്മെൻറ്റ് ഈസ് ആപ്ലിക്കബിൾ ഇൻ ഓൾ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ. മാനേജ്മെൻറ്റ് എന്നത് ഒരു ഇന്ന കമ്പനിയിൽ മാത്രമേ പറ്റുള്ളൂ എന്നതല്ല, അത് യൂണിവേഴ്സൽ ആപ്ലിക്കബിൾ ആണ്. നമുക്ക് എല്ലാ ടൈപ്പ് ഓഫ് ബിസിനസ്സിലും എല്ലാ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനിലും നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കും. wherever there is humanity there is management. അതാണ് 6ാമത്തെ യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ എന്നത്. 7ാമത്തെയാണ് സയൻസ് ആൻഡ് ആർട്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, +2 പഠിക്കുന്നതാണ്. എന്താണ് മാനേജർ എന്നത് ഒരു സയൻസും അതുപോലെ തന്നെ ആർട്ടും കൂടിയാണ്. അതുപോലെ എന്താണ് മാനേജർ ഇസ് എ പ്രൊഫഷൻ. എന്തുകൊണ്ടാണ് സയൻസ് ആർട്ട് എന്ന് പറയാൻ കാരണം? സയൻസ് എന്ന് പറയാൻ കാരണം അതിന് ഒരു യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ഉണ്ട്, സയൻസിനും അതുപോലെ തന്നെയാണ്. ആർട്ട് പറയാൻ കാരണം എന്താണ്? നമുക്ക് പേഴ്സണൽ സ്കില്ല് വേണം. ഒരു ആർട്ട് എന്ന് പറയുമ്പോൾ അവിടെ ഒരു പേഴ്സണൽ സ്കില്ല് വേണം. അതുപോലെ തന്നെ എന്താണ് മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ഒരു പേഴ്സണൽ സ്കിൽ അത്യാവശ്യമാണ്. പ്രൊഫഷൻ എന്ന് പറയാൻ കാരണം എന്താണ്? നമുക്കറിയാം പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യലൈസ്ഡ് ബോഡി ഓഫ് നോളജ് ഒക്കെ പ്രൊഫഷണൽസിന് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ മാനേജ്മെൻറ്റ് എന്തുണ്ട്? ഇതുപോലെ തന്നെ ഒരു ബോഡി, സ്പെഷ്യലൈസ്ഡ് ബോഡി ഓഫ് നോളജ് ഉണ്ട്. ഈ നെക്സ്റ്റ് പോയിന്റ് ആണ് റിസൾട്ട് ത്രൂ അതർ. മാനേജർ കനോട്ട് ഡു എവറിത്തിങ് ദംസെൽഫ്. അപ്പോൾ എന്താണ് ഒരു മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കില്ല. മറ്റുള്ള ആൾക്കാരുടെ ഹെൽപ്പോടെ മാത്രമേ ഈ മാനേജറിനും ആ ഒരു ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ റിസൾട്ട് ത്രൂ അതർ ആണ്. 10ാമത്തെയാണ് സോഷ്യൽ പ്രോസസ്സ്. മാനേജ്മെൻറ്റ് ഈസ് എ സോഷ്യൽ പ്രോസസ്സ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. അപ്പോൾ സെയിം തന്നെയാണ് എന്താണ് മാനേജ് എന്ന് പറഞ്ഞിട്ടൊരു സോഷ്യൽ പ്രോസസ്സാണ്. മറ്റുള്ളവരെ കൂടെയാണ് അവിടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഹാസ് എ സോഷ്യൽ ഒബ്ലിഗേഷൻ ടു മേക്ക് ഒപ്റ്റിമം യൂസ് ഓഫ് സ്കേഴ്സ് റിസോഴ്സസ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് സൊസൈറ്റി. അതുപോലെ എന്തുണ്ട് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ കൃത്യമായിട്ട് റിസോഴ്സുകൾ നമ്മൾ കൃത്യമായിട്ട് യൂസ് ചെയ്യണം, ഒന്നും വേസ്റ്റ് ചെയ്യാണ്ട്. നമുക്കൊരു സോഷ്യൽ ഒബ്ലിഗേഷൻ സൊസൈറ്റിയോട് അത് പാലിച്ച് വേണം നമ്മൾ ബിസിനസ് നടത്താൻ വേണ്ടി. അത് മാനേജ്മെൻറ്റ് നെക്സ്റ്റ് പോയിന്റ് ആണ് സോഷ്യൽ പ്രോസസ്സ്. മാനേജ്മെൻറ്റ് ഇസ് എ സോഷ്യൽ പ്രോസസ്സ്. നെക്സ്റ്റ് ആണ് മാനേജ്മെൻറ്റ് ഇസ് എ ഇൻടാഞ്ചിബിൾ ഫോഴ്സ്. നമുക്ക് എന്താ പറ്റില്ല? നമുക്ക് മാനേജ്മെൻറ്റിനെ കാണാനോ ഫീൽ ചെയ്യാനോ സാധിക്കില്ല. എന്ന് മാത്രമേ പറ്റുള്ളൂ. ഇറ്റ്സ് പ്രസൻസ് ക്യാൻ ബി ഫെൽറ്റ് എവരിവെയർ ഇൻ ദ ഫോം ഓഫ് റിസൾട്ട്. നമുക്ക് നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റിലൂടെ അല്ലെങ്കിൽ അതിൻ്റെ വളർച്ചയിലൂടെ ഗുഡ്വില്ലോടെ മാത്രമേ നമുക്ക് എന്ത് കാണാൻ പറ്റുള്ളൂ? മാനേജ്മെൻറ്റ് ആ ഒരു പവർ അല്ലെങ്കിൽ റിസൾട്ട് കാണാൻ സാധിക്കുള്ളൂ. അതാണ് ഇൻടാഞ്ചിബിൾ ഫോഴ്സ്. നമുക്ക് തൊടാനോ കാണാനോ മാനേജ്മെൻറ്റിന് സാധിക്കില്ല. നെക്സ്റ്റ് ആണ് എ സെപ്പറേറ്റ് എൻറ്റിറ്റി. മാനേജ്മെൻറ്റ് ഇസ് എ സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി. It is scientific method of getting things done through and with the people. But the identity of the thinkers is quite different from the identity of the doers. അപ്പോൾ എന്താണ് മാനേജ്മെൻറ്റ് എന്നത് സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ് എന്നത്. നമുക്കിനി മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് നോക്കാം. മാനേജ്മെൻറ്റിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഒന്നാമത്തെയാണ് ടു ഓർഗനൈസ് ദ എഫക്റ്റീവ് ക്യാരിങ് ഔട്ട് ഓഫ് വർക്ക്. അപ്പോൾ നമ്മുടെ വർക്ക് നല്ല എഫക്റ്റീവായിട്ട് തന്നെയാണോ മുന്നോട്ട് പോകണമെന്ന് കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യുക. രണ്ടാമത്തെ ടു ഓർഗനൈസ് എക്സ്പേർട്ട് പേഴ്സണൽ ഫോർ വർക്ക്. അതുപോലെ എന്താണ് നമ്മുടെ വർക്കിന് ഏറ്റവും നല്ല എക്സ്പേർട്ടുള്ള ആൾക്കാർ തന്നെ നമ്മൾ വയ്ക്കുക. ടു യൂട്ടിലൈസ് ഓൾ ദ റിസോഴ്സസ് എക്കണോമിക്കലി. അപ്പോൾ നമ്മൾ കൊണ്ടുവന്നുള്ള എല്ലാ റിസോഴ്സിനും എക്കണോമിക്കലി എന്ന് വെച്ചാൽ വളരെ ബെനിഫിഷ്യലായിട്ട് യൂസ് ചെയ്യണം, ഒന്ന് വേസ്റ്റ് ചെയ്യാണ്ട് ഉപയോഗിക്കണം. ടു ആക്സസ് ആൻഡ് ഇവാലുവേറ്റ് ദ പെർഫോമൻസ് ഓഫ് വർക്ക് പീരിയോഡിക്കലി. കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വർക്കേഴ്സ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അസസ് ചെയ്യണം. അതുപോലെ തന്നെ അതിനെ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. ടു ഇംപ്രൂവ് ദ പെർഫോമൻസ് ഓഫ് ഈച്ച് ആൻഡ് എവറി ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ. നമ്മുടെ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻസ് അറിയാം, അതെല്ലാം കൃത്യമായിട്ട് അതിൻ്റെ പെർഫോമൻസ് ചെയ്യുന്നുണ്ടോ അത് ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മൾ
ചെയ്യണം. ഇതൊക്കെയാണ് മാനേജ്മെൻറ്റിൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്നത്. ഒന്നാമത്തതാണ് നമ്മുടെ വർക്ക് എഫക്റ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നോ നോക്കണം. രണ്ടാമത്തത് എക്സ്പേർട്ട് പേഴ്സണൽസിനെ വർക്കിൽ വയ്ക്കണം. മൂന്നാമത്തത് നമ്മൾ എല്ലാ റിസോഴ്സസും എക്കണോമിക്കലി തന്നെ യൂസ് ചെയ്യുന്നത് നോക്കണം. നാലാമത് നമ്മുടെ വർക്കേഴ്സിനെ കൃത്യമായിട്ട് അസസ് ചെയ്ത് അവർ ഇവാലുവേറ്റ് ചെയ്യണം. അഞ്ചാമത്തത് നമ്മുടെ ഓരോ വർക്കേഴ്സിൻ്റെയും അല്ലെങ്കിൽ ഓരോ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് നോക്കണം. ഇതെല്ലാമാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഫങ്ഷണൽ ഏരിയാസ് ഓഫ് മാനേജ്മെൻറ്റ്. മെയിനായിട്ട് 5 ഫങ്ഷണൽ ഏരിയാസ് ഉള്ളത്: പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ്, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, പേഴ്സണൽ മാനേജ്മെൻറ്റ് ആൻഡ് ഓഫീസ് മാനേജ്മെൻറ്റ്. ഇതിലൊന്നാമത്തെയാണ് പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ്. പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ് റെഫേഴ്സ് ടു മാനേജ്മെൻറ്റ് ഓഫ് ദ പ്രൊഡക്ഷൻ ഫങ്ഷൻ ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഈ നമ്മുടെ ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ഷൻ ഫങ്ഷനെ മാനേജ് ചെയ്യുന്ന ഒരു മാനേജ്മെൻറ്റാണ് പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ് എന്നത്. ഇതിൽ മെയിനായിട്ട് ചെയ്യുന്നത് നമ്മുടെ പ്രൊഡക്റ്റിനെ ഡിസൈൻ ചെയ്യുക, ആ ഒരു പ്ലാന്റ് ആൻഡ് ബിൽഡിംഗ് ലൊക്കേഷൻ ലേഔട്ട്, അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ സ്റ്റോറേജും അതിൻ്റെ പർച്ചേസും കാര്യങ്ങളൊക്കെ, അങ്ങനെ പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാമാണ് ഈ പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ് നോക്കുക. അപ്പോൾ മാനേജ്മെൻറ്റ് ഓഫ് ദ പ്രൊഡക്ഷൻ ഫങ്ഷൻ ഓഫ് ഓർഗനൈസേഷൻ, നമ്മുടെ ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ഷൻ ഫങ്ഷനെ മാനേജ് ചെയ്യുന്ന മാനേജ്മെൻറ്റാണ് പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ് എന്നത്. രണ്ടാമത്തെയാണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് റെഫേഴ്സ് ടു ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കൺസ്യൂമേഴ്സ് നീഡ്, സപ്ലൈയിങ് ദം ദ ഗുഡ്സ് ആൻഡ് സർവീസസ്. മാർക്കറ്റിംഗ് മാനേജ്മെൻ്റ് ആണ് നമ്മുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ നീഡിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതനുസരിച്ചുള്ള ഗുഡ്സും സർവീസസും സപ്ലൈ ചെയ്യുന്നത്. ഇതാണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്നത്. അപ്പോൾ ഇതിൽ മെയിനായി വരുന്നത് എന്താണ്? മാർക്കറ്റിംഗ് റിസർച്ചും അതുപോലെ തന്നെ സ്യൂട്ടബിൾ പ്രൊഡക്ട്സൊക്കെ പ്ലാൻ ചെയ്ത് ഡെവലപ്പ് ചെയ്യുക, പിന്നെ അപ്രോപ്രിയേറ്റ് പ്രൈസ് സെറ്റ് ചെയ്യുക, പിന്നെ എങ്ങനെയൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട ചാനൽ സെലക്ട് ചെയ്യുക, ഇതെല്ലാമാണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് നോക്കുന്നത്. മൂന്നാമത്തെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എൻഷ്യൂർ the right amount and type of funds to business at the right time and reasonable cost. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ത് എൻഷ്യൂർ ചെയ്യുന്നു? റൈറ്റ് എമൗണ്ട്, എന്തോരം ഫണ്ട് നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോകാൻ വേണം, അതുപോലെ എവിടുത്തെ ഫണ്ടാണ് വേണ്ടത്, എങ്ങനത്തെ ഫണ്ടാണ് വേണ്ടത്, അത് എത്ര ടൈമിൽ റൈറ്റ് ടൈമിൽ കിട്ടണം, അങ്ങനെ റൈറ്റ് ടൈമിലും അതുപോലെ തന്നെ റീസണബിൾ കോസ്റ്റിലും കിട്ടണ ഒരു ഫണ്ടായിരിക്കണം. അതൊക്കെ ചെക്ക് ചെയ്യുന്ന മാനേജ്മെൻറ്റാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എൻഷ്യൂർ ദ റൈറ്റ് എമൗണ്ട് ആൻഡ് ടൈപ്പ് ഓഫ് ഫണ്ട് ടു ബിസിനസ് അറ്റ് ദ റൈറ്റ് ടൈം ആൻഡ് അറ്റ് റീസണബിൾ കോസ്റ്റ്. റൈറ്റ് ടൈമിൽ റൈറ്റ് എമൗണ്ട് എവിടെ നിന്ന് വരണം, അതെങ്ങനത്തെ ഫണ്ട് എന്നെല്ലാം നോക്കുന്ന മാനേജ്മെൻറ്റാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്നത്. നെക്സ്റ്റ് ആണ് പേഴ്സണൽ മാനേജ്മെൻറ്റ്. പേഴ്സണൽ മാനേജ്മെൻറ്റ് ഡീൽസ് വിത്ത് എഫക്റ്റീവ് കൺട്രോൾ ആൻഡ് യൂസ് ഓഫ് മാൻ പവർ. അപ്പോൾ ഈ മാൻ പവറിൻ്റെ യൂസും അതുപോലെ തന്നെ എഫക്റ്റീവ് കൺട്രോളൊക്കെ മെയിനായി ഡീൽ ചെയ്യുന്നതാണ് പേഴ്സണൽ മാനേജ്മെൻറ്റ്. നമ്മുടെ സ്റ്റാഫിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന ആൾക്കാർ, ലൈക്ക് മാൻ പവർ പ്ലാനിങ്, റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, ട്രെയിനിങ്, ഇതെല്ലാം നോക്കുന്നത് ഈ പേഴ്സണൽ മാനേജ്മെൻ്റ് ആണ്. അഞ്ചാമത്തെയാണ് ഓഫീസ് മാനേജ്മെൻറ്റ്. ഓഫീസ് മാനേജ്മെൻറ്റ് റെഫേഴ്സ് ടു ടെക്നിക് ഓഫ് പ്ലാനിങ്, coordinating and controlling office activities with a view to achieve common business objective. അപ്പോൾ കോമൺ ബിസിനസ് ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഓഫീസ് ആക്ടിവിറ്റീനെ കൺട്രോൾ ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് എല്ലാം ചെയ്യുന്ന ഒരു മാനേജറാണ് ഓഫീസ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഓഫീസ് റിലേറ്റഡ് കാര്യങ്ങളെ മാനേജ് ചെയ്യുന്ന ഒരു മാനേജറാണ് ഓഫീസ് മാനേജ്മെൻറ്റ് എന്നത്. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ആവാണ്. ഇത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഈ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷൻ നോക്കുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്